ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നത്. എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഈ താരൻ. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഹെയർ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവ് മൂലം താരൻ നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടുകാണേ. ആവശ്യത്തിന് കടുക് എടുത്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം മിക്സീൻ്റെ ജാർ എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഒരു ക്രീം പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഞാൻ അരച്ചെടുത്തപ്പോൾ കുറച്ചും കൂടെ ഒന്നുകൂടെ ക്രീം ആവിടായിരുന്നു. അത് തേച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് നമുക്ക് തലയോട്ടിയിൽ മൊത്തമായിട്ട് ഇത് തേച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മളിങ്ങനെ തേക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും കേട്ടോ, നല്ല തണുപ്പുണ്ടാവും. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നന്നായിട്ട് നീറാൻ തുടങ്ങും കേട്ടോ. അത്യാവശ്യം നീറലുണ്ട് കേട്ടോ. ഞാനതിൻ്റെ പിരികത്തിൻ്റെ മുകളിലും തേച്ചിട്ടുണ്ടായിരുന്നേ, കാരണം പിരികത്തിൻ്റെ മുകളിലും താരൻ ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, തലയോട്ടിയിൽ മാത്രം കേട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തലയോട്ടിയിൽ മൊത്തം തേച്ച ശേഷം ഞാനൊരു 20 മിനിറ്റ് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാനൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തല വാഷ് ചെയ്തേ. നമ്മൾ തല വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തലയിൽ ഇത് തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ കഴുകിക്കളയണം, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ താരം കൂടുകയുള്ളൂ. അങ്ങനെ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ട് വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താരം കാരണം ബുദ്ധിമുട്ടുന്ന എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആഴ്ചയിൽ 2 തവണ ചെയ്യണം, എന്നാലേ ഉള്ളൂ കേട്ടോ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.